എൻ്റെ സഹോദരങ്ങളെ, ഈ തലമുറയുടെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിത്യതയുടെ ദർശനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോക ജീവിതത്തിനപ്പുറം നിത്യമായൊരു ജീവിതമുണ്ടെന്ന് അനേകർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിത്യജീവന്റെ പ്രത്യാശ മനുഷ്യാത്മാക്കളിൽ കിട്ടുപോകുന്നു. സ്വർഗ നരക ശുദ്ധീകരണ സ്ഥലം അതിവിടെ തന്നെ എന്ന് ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരുപാട് വിശ്വാസികൾ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ പോലുമുണ്ട്. സ്വർഗം നരകം ശുദ്ധീകരണ സ്ഥലമൊക്കെ ഒരു കെട്ടുകഥയായി, മനുഷ്യന്റെ ഭാവന സങ്കല്പമായി, മനുഷ്യൻ നന്നായി നടക്കുവാൻ മതം കണ്ടുപിടിച്ച സൂത്രമായി കാണുന്ന പതിനായിരങ്ങള് ഈ തലമുറയിലുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. സ്വർഗ നരക ശുദ്ധീകരണ സ്ഥലം അല്ലെങ്കിൽ ഈ ലോക ജീവിതത്തിനപ്പുറം നിത്യമായൊരു ജീവിതം എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയല്ല. നമ്മുടെ കർത്താവ് ഏറ്റവും അധികം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച്. നമുക്കൊരു നിത്യതയുണ്ട്. കർത്താവായ യേശു ഈ ലോകത്തിലേക്ക് വന്നത് നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുവാനാണ്. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ വചനം നമ്മൾ പഠിക്കുമ്പോൾ സങ്കീർത്തകനായ ദാവീദ് പ്രാർത്ഥിക്കുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്. 17-ാം സങ്കീർത്തനം 14-ാം വചനത്തിലാണ്. ഈ ലോക ജീവിതം ഓഹരിയായി കരുതുന്ന മനുഷ്യരിൽ നിന്ന് കർത്താവേ, അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ. എത്ര മനോഹരമായൊരു പ്രാർത്ഥനയാണ്. ഈ തലമുറയുടെ ഏറ്റവും വലിയ തകർച്ച എന്ന് പറയുന്നത് ഈ ലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന ഒരു തലമുറ. തിന്നുക, കുടിക്കുക, മതിക്കുക, രമിക്കുക, ഈ ലോകത്തിന്റെ സുഖഭോഗങ്ങൾ, ഭോഗേച്ഛകൾ ആവോളം ആസ്വദിച്ച് ഇമ്പകരമായി ജീവിച്ച് ഇവിടെ ജീവിതം അവസാനിപ്പിക്കുക. എന്നാൽ ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പങ്കുവെക്കാനുണ്ട്. കർത്താവിൻ്റെ സുവിശേഷത്തിനെ നമുക്ക് നൽകുവാനുള്ള ഏറ്റവും ശക്തമായ സന്ദേശം എന്ന് പറയുന്നത് തിന്നും കുടിച്ചും മതിച്ചും രമിച്ചും ഈ ലോകത്തിൽ അവസാനിച്ചു പോകാനുള്ളതല്ല മനുഷ്യ ജീവിതം. ഈ ലോക ജീവിതത്തിനപ്പുറം നമുക്കൊരു നിത്യമായ ജീവിതമുണ്ട്, നമുക്കൊരു നിത്യതയുണ്ട്. ഈ സന്ദേശമാണ് കർത്താവിന്റെ സത്യവചനത്തിന് നമുക്കായി നൽകാനുള്ളത്. എൻ്റെ സഹോദരങ്ങളെ, നാം തിരുവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇന്ന് എന്തുകൊണ്ടാണ് ഈ നിത്യതയുടെ വെളിച്ചം അനേകർക്ക് ലഭ്യമാകാത്തത്. പ്രത്യേകമായി ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ചിന്തിക്കാനോ, ശുദ്ധീകരണ ആത്മാക്കളെ സ്നേഹത്തോടെ ഓർക്കുവാനോ, അവർക്ക് വേണ്ടി ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കുവാനോ ഇന്ന് അനേകം വിശ്വാസികൾക്ക് പോലും സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ആത്മീയ അന്ധത വന്നിരിക്കുന്നത്? പൗലോസ്ലിഹ സഭയെ പഠിപ്പിക്കുകയാണ്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ തിരുവചനം. ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഇന്ന് അനേകം ആത്മാക്കൾക്ക് നിത്യതയുടെ വെളിച്ചം ലഭിക്കാത്തതിന്റെ അടിസ്ഥാന കാരണം ഈ ലോകത്തിന്റെ ദേവൻ അതാരാണ്? പിശാചാണ്. അനേക മനുഷ്യ മനസ്സുകളെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം നിത്യതയുടെ ദർശനം നഷ്ടപ്പെട്ടു പോകുന്നു. കർത്താവ് നൽകിയ പരിശുദ്ധ വചനങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ അനേകർക്ക് കഴിയാതെ പോകുന്നു. കർത്താവിനോട് കൂടെയുള്ള ആ നിത്യമഹത്വത്തിന്റെ വെളിച്ചം അനേകർക്ക് ദൃശ്യമാകാത്ത വിധം അവരുടെ മനസ്സ് അന്ധതയിലായിരിക്കും. എത്ര വളരെ ഒരു പരിതാപകരമായ അവസ്ഥയാണിത്. എൻ്റെ സഹോദരങ്ങളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെയും ശാശ്വതമായ
അടയാളം, ശാശ്വതമായ കാരുണ്യത്തിൻ്റെയും ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത് ശുദ്ധീകരണ സ്ഥലമാണ്. ശുദ്ധീകരണ സ്ഥലമാണ്. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ കർത്താവ് നമ്മോട് കാണിക്കുന്ന അവിടുത്തെ മാറ്റമില്ലാത്ത കാരുണ്യത്തിന്റെ അത്ഭുതമാണ് ശുദ്ധീകരണ സ്ഥലം. എന്താണ് നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, സുവിശേഷത്തിന്റെ ഉള്ളടക്കമാണ് ഈ വചനം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ആത്മാവ് പോലും നശിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത കർത്താവിന്റെ സ്നേഹം, വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ഒരു ആത്മാവ് പോലും നശിച്ചു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല, കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരുടെയും നിത്യജീവനാണ് കർത്താവിന്റെ സ്വപ്നം. കർത്താവിന്റെ മനസ്സ് മുഴുവൻ നമ്മളെല്ലാവരും നമ്മുടെ നിത്യത കർത്താവിനോട് കൂടെ ചെലവഴിക്കണമെന്നാണ് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. സ്തുതിക്കുന്നു കർത്താവേ. ഒരുവൻ പോലും നശിച്ചു പോകാതെ സകലരും നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടി കർത്താവായ യേശുവിനെ നമ്മുടെ വീണ്ടെടുപ്പുകാരനായി നൽകുവാൻ തക്കവിധം മനുഷ്യ മക്കളെ അത്രമാത്രം ദൈവപിതാവ് സ്നേഹിക്കുകയാണ്. കർത്താവിന്റെ സ്നേഹത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെന്ന് പറയുന്നത് ഈ തലമുറയിൽപ്പെട്ടവരല്ല. ഇതിനു മുൻപ് ജനിച്ച് മരണപ്പെട്ടു പോയവരും ഇപ്പോൾ ഈ ലോകത്തിലായിരിക്കുന്നവരും ഇനി ജനിക്കാൻ പോകുന്നവരും ഇവരെല്ലാം കണ്ടുകൊണ്ടാണ് പറയുന്നത്, ആരും നശിച്ചു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഇതേ സത്യം തന്നെയാണ് വിശുദ്ധ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നത്. തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വചനം, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്നത് സകല ആത്മാക്കളും രക്ഷ പ്രാപിക്കണം, ആരും നശിച്ചു പോകരുത്, ആരും നിത്യനരകത്തിൽ നിബന്ധിക്കരുത്. കർത്താവ് തന്റെ സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ഒരു മനുഷ്യാത്മാവ് പോലും നിത്യനാശത്തിൽ അധപതിച്ചു പോകരുത്. കർത്താവിന് നിർബന്ധമുണ്ട്. പരിശുദ്ധ വചനം പഠിപ്പിക്കുക, നമ്മളെല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നും സത്യം. എന്താണ് സത്യം? യേശുവാണ് സത്യം, വചനമാണ് സത്യം, ദൈവത്തിന്റെ വചനമാണ് സത്യം. ഈ സത്യം അറിയണമെന്നുമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പക്ഷെ പത്രോസ്ലീഹ ഇതേ സത്യം വീണ്ടും ഉറപ്പിക്കുകയാണ്. താൻ എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ വചനം, കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ, ഉച്ചത്തിൽ പറഞ്ഞ് ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ. എന്റെ സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കണം. ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷ പ്രാപിക്കണം, എല്ലാവർക്കും അനുതാപം ഉണ്ടാവണം. ഇതിനു വേണ്ടിയാണ് കർത്താവ് ചില കാലതാമസങ്ങൾ വരുത്തുന്നത്. അപ്പൊ കർത്താവിന്റെ മനസ്സ് മുഴുവൻ ആത്മാക്കളുടെ രക്ഷയിലാണ് സഹോദരങ്ങൾ, ആത്മാക്കളുടെ രക്ഷയില്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെ സ്വർഗരാജ്യ പ്രവേശനം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണത്, കർത്താവിനോട് കൂടെ നമുക്ക് നിത്യത ചെലവഴിക്കണമെങ്കിൽ പരിശുദ്ധ വചനം പറയുന്നുണ്ട്. വെളിപാട് പുസ്തകം 21:27 തിരുവചനം പഠിപ്പിക്കുക. വെളിപാട് 21:27 എന്താ വചനം പറയുന്നത്? എന്തെന്നാൽ കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കൂ. അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗഢല്യവും പ്രവർത്തിക്കുന്ന
ആരും അതിൽ പ്രവേശിക്കുകയില്ല. കർത്താവിന്റെ ശക്തമായ വചനമാണിത്. അശുദ്ധമായതൊന്നും, അല്പം 1% പോലും അശുദ്ധി എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. അശുദ്ധമായതൊന്നും, മ്ലേച്ഛതയും കൗഢില്യവും പ്രവർത്തിക്കുന്ന ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ഈ വചനം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ വചനം നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിറയിലോടും ഭയത്തോടും കൂടെ വേണം ഈ വചനം ശ്രവിക്കാനായിട്ട്. നമ്മൾ എത്ര പേര് അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കും? പരിപൂർണമായ വിശുദ്ധിയോടുകൂടെ ഈ ലോകത്തിൽ എനിക്കും നിങ്ങൾക്കും ജീവിക്കാൻ പറ്റുന്നുണ്ടോ? സാധിക്കുന്നുണ്ടോ സഹോദരങ്ങളെ? അപ്പൊ ശുദ്ധീകരണ സ്ഥലം ഇല്ലെങ്കിൽ നമ്മുടെ നിത്യത എവിടെയായിരിക്കും? നമ്മുടെ നിത്യത നിശ്ചയമായും നരകത്തിലായിരിക്കും. കാരണം ഒരു കാര്യത്തിൽ മാറ്റമില്ല, ആർക്കത് മാറ്റാൻ പറ്റില്ല. ഒരു ലോകത്തിനും, ഒരു കോടതിക്കും, ഒരു ഗവൺമെന്റിനും, ഒരു സഭ അധ്യക്ഷന് ഇത് മാറ്റാൻ പറ്റില്ല. അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. കർത്താവിന്റെ മാറ്റമില്ലാത്ത സത്യവചനമാണിത്. ഹല്ലേലൂയ. ഇതിനെ മാറ്റുവാൻ ആർക്കും അധികാരവുമില്ല, അനുവാദവുമില്ല. ഈ വചനം ശരിയായി നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സ്വർഗരാജ്യ പ്രവേശനം നമുക്ക് ലഭിക്കുമോ? ഇല്ല സഹോദരങ്ങൾ, ലഭിക്കില്ല. കാരണം പൂർണ്ണമായും വിശുദ്ധീകരണത്തിന്റെ 100% വിശുദ്ധിയോടെ ജീവിക്കാൻ ഈ ലോകത്തിൽ ആർക്കാ കഴിയുന്നത്? ആർക്കാ പറ്റുന്നത്? അതുകൊണ്ടാണ് തൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നിത്യത നരകത്തിലാവാതിരിക്കാൻ, നമ്മുടെ നിത്യത കർത്താവിനോട് കൂടെ ആയിരിക്കാൻ തൻ്റെ കരുണയുടെ അനന്തമായ അടയാളമായി ശുദ്ധീകരണ സ്ഥലം കർത്താവ് ഒരുക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. ശുദ്ധീകരണ സ്ഥലം ഞാൻ വിശ്വസിക്കുന്നില്ല. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പ്രബോധനമാണിത്. കർത്താവിന്റെ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രകടമായ അടയാളമാണ് ശുദ്ധീകരണ സ്ഥലം. അതുകൊണ്ടാണ് തിരുസഭയിൽ വലിയൊരു വിശുദ്ധയാണ് വിശുദ്ധ കാതറീൻ, സിയന്നായിലെ കാതറീൻ. സെന്റ് കാതറീൻ എന്താണ് ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് പറയുന്നത്? കാതറീൻ പറയാണ്, പാപമെന്ന തുരുമ്പാണ് സ്വർഗീയ ആനന്ദത്തിന്, സ്വർഗരാജ്യ പ്രവേശനത്തിന് തടസ്സമായി നിൽക്കുന്നത്. ഈ തുരുമ്പ് അഗ്നിയാൽ എന്ന പോലെ കത്തി നശിക്കണം. അതിനുള്ള സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം. അതിനുള്ള സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം. ഇതൊരു കെട്ടുകഥയല്ല. ഇത് ഏതൊരു മനുഷ്യൻ തന്റെ ബുദ്ധിയിൽ മെനഞ്ഞെടുത്തൊരു കൽപ്പിത കഥയല്ല സഹോദരങ്ങളെ. പരിശുദ്ധ സഭ ഇത് വിശ്വസിക്കുന്നു, സഭ ഇത് പഠിപ്പിക്കുന്നു. സഭാപിതാക്കന്മാരും പരിശുദ്ധ സഭയുടെ വിശുദ്ധാത്മാക്കളും ഈ സത്യം വിശ്വസിച്ചു, അവരിത് ജീവിച്ചു. അവർക്ക് ഇതിനോടുള്ള ബന്ധത്തിൽ ഒത്തിരി അനുഭവങ്ങൾ കർത്താവ് പ്രദാനം ചെയ്തു. വിശുദ്ധ കൊച്ചുത്രേസ്യ ആഗോള സഭയിലെ മിഷൻ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയാണ്. കൊച്ചുത്രേസ്യ പറയുന്നുണ്ട്, കർത്താവിനെ ആശ്രയിക്കാത്ത, കണ്ടോ, കർത്താവിൽ ശരണപ്പെടാത്ത, വിശ്വസിക്കാത്ത, ദൈവത്തെ സ്നേഹിക്കാത്ത ആത്മാക്കൾക്ക് ശുദ്ധീകരണ സ്ഥലം ഉറപ്പാണ്. ശുദ്ധീകരണ സ്ഥലം ഉറപ്പാണ്, ഒരു സംശയവുമില്ല. ഈ ശുദ്ധീകരണ സ്ഥലം ഇല്ലെങ്കിൽ നമ്മുടെ നിത്യത നിശ്ചയമായി നരകത്തിലായിരിക്കും. കാരണം അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. പരിപൂർണമായി വിശുദ്ധീകരിക്കപ്പെട്ട ആത്മാവിന് മാത്രമേ കർത്താവിനോട് കൂടെ അവിടുത്തെ നിത്യമഹത്വത്തിൽ വസിക്കാൻ കഴിയുന്നത്. എന്റെ സഹോദരി സഹോദരങ്ങളെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ നിത്യത എവിടെയായിരിക്കും നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ സ്വർഗവും നരകവും മാത്രമല്ല, ശുദ്ധീകരണ സ്ഥലമുണ്ട്. ഇന്ന് ഒത്തിരി വിശ്വാസികൾ സ്വർഗത്തിൽ വിശ്വസിക്കുന്നു, നരകത്തിലും വിശ്വസിക്കുന്നുണ്ട് കുറെ പേരൊക്കെ. എന്നാൽ ശുദ്ധീകരണ സ്ഥലത്തെ വിശ്വസിക്കാത്ത ഒരുപാട് വിശ്വാസികൾ പരിശുദ്ധ സഭയിലുണ്ട്, ഇതര ക്രൈസ്തവ സഭാ സമൂഹങ്ങളിലുണ്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങളോട് ഞാൻ ആത്മാവിൽ പറയട്ടെ, ഇത് കെട്ടുകഥയല്ല.
നിങ്ങളെ ഒന്ന് ത്രസിപ്പിക്കാൻ വേണ്ടി മെനഞ്ഞെടുക്കുന്ന ചില സാങ്കല്പികമായ അനുഭവങ്ങളല്ല പറയുന്നത്. സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് കർത്താവിന്റെ വേദന എന്താ? നമ്മുടെ ആത്മാക്കളുടെ നാശമാണ് സഹോദരങ്ങളെ. നമ്മളാരും നശിച്ചു പോകാതെ നമ്മളെല്ലാവരും രക്ഷ പ്രാപിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് തൻ്റെ കാരുണ്യത്തിൻ്റെ അടയാളമായി ശുദ്ധീകരണ സ്ഥലം നമുക്കായി കർത്താവ് ഒരുക്കിയിരിക്കുന്നത്. ഈ ശുദ്ധീകരണ സ്ഥലമില്ലെങ്കിൽ ഒരുപാട് ആത്മാക്കള് നിത്യനരകത്തിലേക്ക് പോകുമായിരുന്നു. പരിശുദ്ധ കത്തോലിക്ക സഭ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ചും എന്താണ് പഠിപ്പിക്കുന്നത്? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1030-31 ഖണ്ഡികയിൽ സഭ പറയുന്നുണ്ട്, ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിനു വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരായി തീരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണത്തെ സഭ ശുദ്ധീകരണ സ്ഥലമെന്ന് വിളിക്കുന്നു. ശുദ്ധീകരണ സ്ഥലമെന്ന് വിളിക്കുന്നു. എത്ര ശക്തമായ രീതിയിലാണ് പരിശുദ്ധ കത്തോലിക്ക സഭ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് സഭാ മക്കളെ പഠിപ്പിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ആരാണ് ശുദ്ധീകരണാത്മാക്കള്? തിരുസഭ പഠിപ്പിക്കുന്നു, ഒന്നാമതായി ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിച്ചുപോയവരാണ് ശുദ്ധീകരണാത്മാക്കള്. അല്ലാതെ അവര് കൊടിയ പാപത്തിൽ ജീവിച്ച് നിത്യരക്ഷ നഷ്ടപ്പെട്ടു പോയവരല്ല. കർത്താവിന്റെ സൗഹൃദത്തിലും കൃപാവരത്തിലും ജീവിച്ചു മരണപ്പെട്ടവരെ. അപ്പോ ഒരു കാര്യം ഉറപ്പാണ്, അവർക്ക് കർത്താവിനോടുകൂടെ നിത്യത ചെലവഴിക്കാൻ പറ്റും. അവര് വിശുദ്ധമായ ആത്മാക്കൾ തന്നെയാണ്. എന്നാൽ അടിസ്ഥാന പ്രശ്നം എന്താണ്? സ്വർഗരാജ്യ പ്രവേശനത്തിന് ആവശ്യമായ വിശുദ്ധി പ്രാപിച്ചിട്ടില്ല. കാരണം അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ അതാണ് ഇതിന്റെ അടിസ്ഥാനം. അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. ഈ വചനത്തിന്റെ പ്രകടമായ അടയാളമാണ് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോ ഈ ശുദ്ധീകരണ ആത്മാക്കള് ഒരു മാരകപാപികളൊന്നല്ല, ഒരു കർത്താവിന്റെ കൃപാവരത്തിൽ ജീവിച്ചവരാ. എന്നാൽ പ്രശ്നം എന്താണ്? സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആവശ്യമായ പരിപൂർണമായ വിശുദ്ധി അവർക്ക് ഇല്ല. ഇതാണ് രണ്ടാമത് പരിശുദ്ധ സഭ പഠിപ്പിക്കുന്നത്. പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടാത്തവർ, അവർക്ക് ശുദ്ധിയുണ്ട്, പക്ഷെ 100% അവർ ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. കർത്താവിനോട് കൂടെ ആ നിത്യമഹത്വത്തിൽ വസിക്കുവാൻ ആവശ്യമായ പരിപൂർണമായ വിശുദ്ധി അവര് സ്വന്തമാക്കിയിട്ടില്ല. പൂർണ്ണമായും വിശുദ്ധീകരിക്കപ്പെടാത്ത ആത്മാക്കൾ. മൂന്നാമത് എന്താണ് ഈ ശുദ്ധീകരണാത്മാക്കളുടെ പ്രത്യേകത? ഇവർ നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഒരു ദിവസം അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. അവരുടെ നിത്യത ഒരിക്കലും നരകത്തിലാവുകയില്ല. അവർ നിത്യ നരകത്തിന് അർഹരല്ല. അവർ ഒരു ദിവസം കർത്താവിനോട് കൂടെ നിത്യത ചെലവഴിക്കും. അതാണ് അവിടെ ഏറ്റവും വലിയ ആനന്ദം. ശുദ്ധീകരണാത്മാക്കളുടെ ആശ്വാസം അതാണ്. എന്താണ് ആശ്വാസം? ഒരു ദിവസം കർത്താവിനെ മുഖാമുഖമായി കാണുന്ന ആ സ്വർഗരാജ്യത്തിലേക്ക് തങ്ങൾക്ക് പ്രവേശനം ലഭിക്കും. നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ് അവര്. നിത്യജീവന്റെ ഉറപ്പ് നേടിയവരാണ്. എൻ്റെ സഹോദരങ്ങളെ, അതുകൊണ്ട് പരിശുദ്ധ വചനം പറയുന്നത് ശുദ്ധമായതൊന്നും പ്രവേശിക്കില്ല. ഞാൻ പലപ്പോഴും പരിശുദ്ധ വചനത്തിൽ ചില വചനങ്ങൾ വായിച്ച് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കർത്താവേ, നമ്മൾ എന്തുമാത്രം ഈ ലോകത്തിൽ നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം, എന്തുമാത്രം നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്നതിൽ ഉത്സുകരാകണം, ജാഗ്രതയുള്ളവരാകണം. പരിശുദ്ധ വചനം പറയുന്നുണ്ട്, വിശുദ്ധ പൗലോസ് സഭയെ പഠിപ്പിക്കുക, ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം, ഗലാത്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19, 20, 21 വചനങ്ങൾ. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം,
അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ദൃശ്യമായി മറ്റു പ്രവൃത്തികളുമാണ്. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുൻപ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. ഇങ്ങനെയുള്ളവർ ദൈവരാജ്യം അവകാശപ്പെടുത്തില്ല. എന്താ കാരണം? വെളിപാട് 21:27 സത്യവചനം പഠിപ്പിക്കുന്നു, അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, മ്ലേച്ഛമായതും കൗടില്യമായതൊന്നും സ്വർഗത്തിൽ കയറുകയില്ല. ഈ വചനത്തിന്റെ അടിസ്ഥാനമാണ് അപ്പോസ്തലൻ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നത്. ഇപ്രകാരമുള്ളവരെ ദൈവരാജ്യം, സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, അനുതപിക്കുന്നില്ലെങ്കിൽ. അതുകൊണ്ട് ഈശോ പഠിപ്പിച്ചത് ലൂക്കായുടെ സുവിശേഷം 13:5 അനുതപിക്കുന്നില്ലെങ്കിൽ നിങ്ങളും അതുപോലെ നശിക്കും. നമുക്ക് ആത്മനാശം ഉണ്ടാവും, നമ്മുടെ നിത്യത നരകത്തിലായി പോകും. അനുതാപത്തിന് വലിയ ശക്തിയുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. വിശുദ്ധ പേതുറുപ്പിയുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ശുദ്ധീകരണ ആത്മാക്കളുമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. പഞ്ചശതധാരിയായിരുന്നു വിശുദ്ധ പേതുറുപ്പിയോ. കർത്താവിനോട് ചേർന്ന് ജീവിച്ചൊരു ശുദ്ധാത്മാവ്. വിശുദ്ധ പേതുറുപ്പിയയിലൂടെ ഒരുപാട് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ തൻ്റെ സഭയിൽ കർത്താവ് പ്രവർത്തിച്ചിട്ടുണ്ട്. ചെറുപ്പം മുതലേ തന്നെ ശുദ്ധീകരണ ആത്മാക്കളുമായി പേതുറുപ്പിയയ്ക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം രാത്രി സമയത്ത് ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അൾത്താരയിൽ ഒരു വൈദികൻ ശുശ്രൂഷിക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. തോന്നല് മാത്രം അദ്ദേഹം കാണുകയാണ്, പരിശുദ്ധ അൾത്താരയിൽ അൾത്താര വിരികളൊക്കെ മാറ്റി ഒരു സന്യാസി നിൽക്കുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന് തോന്നി, ഇത് ഫാദർ ലിയോൺ അല്ലേ, ഇത് ഫാദർ ലിയോൺ അല്ലേ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഫാദർ ലിയോൺ, അങ്ങ് എന്താണ് ഈ സമയത്ത് അൾത്താരയിൽ നിന്ന് ശുശ്രൂഷിക്കുന്നത്? അത്താഴത്തിന് സമയമല്ല, അങ്ങ് അത്താഴം കഴിച്ചില്ലേ? ഉടനെ ആ സന്യാസി പറഞ്ഞു, ഞാൻ ഫാദർ ലിയോൺ അല്ല, വർഷങ്ങൾക്ക് മുൻപ് ഈ ആശ്രമത്തിൽ നോവിഷ്യേറ്റ് ചെയ്ത ഒരു സന്യാസിയാണ്. ഞാൻ ശുദ്ധീകരണ സ്ഥലത്താണ്. കർത്താവിൻ്റെ കരുണ അങ്ങയുടെ പ്രാർത്ഥന യാചിക്കുവാൻ ഞാൻ അനുവദിച്ചു. ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് നിത്യജീവനിലേക്ക് പ്രവേശിക്കപ്പെടുവാൻ അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ പേതുറുപ്പിയ ചോദിച്ചു, നിന്റെ സ്വർഗരാജ്യ പ്രവേശനത്തിന് എന്താണ് നിന്നിൽ തടസ്സമായി നിൽക്കുന്നത്? ഈ ശുദ്ധീകരണ ആത്മാവ് പറഞ്ഞൊരു അനുഭവം എന്നെ വല്ലാതെ അത് അത്ഭുതപ്പെടുത്തി. ഞാൻ ഇവിടെ നോവിഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യുക എന്നതായിരുന്നു എനിക്ക് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം. ഞാൻ പല ദിവസങ്ങളിൽ പല പ്രാവശ്യവും പരിശുദ്ധ അൾത്താരയുടെ മുൻപിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ കുർബാന സക്രാരിയിൽ എഴുന്നള്ളിയിരിപ്പുണ്ട്. ഞാൻ പരിശുദ്ധ കുർബാനയെ വേണ്ട വിധം ആദരിച്ചില്ല. ഞാൻ കർത്താവിനോട് അനാദരവ് കാണിച്ചു. പരിശുദ്ധ കുർബാനയ്ക്ക് നൽകേണ്ട ബഹുമാന, ഭയഭക്തി, ആദരവ് നൽകാതെ അലക്ഷ്യമായി, കെയർലെസ്സായി, നിസ്സാരമായി, അലക്ഷ്യമായി ഞാൻ പലപ്പോഴും ഈ അൾത്താരയുടെ മുമ്പിലൂടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പല പ്രാവശ്യം പോയി. പരിശുദ്ധ കുർബാനയോട് ഞാൻ കാണിച്ച ഈ അനാദരവ് മൂലം നാളുകളായി ഞാൻ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുകയാണ്. അങ്ങ് എൻ്റെ സ്വർഗരാജ്യ പ്രവേശനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് ഈ ശുദ്ധീകരണാത്മാവ് യാചിക്കുന്നത് വിശുദ്ധ പേതുറുപ്പിയെ കാണുകയാണ്. അദ്ദേഹം പറഞ്ഞു, നാളത്തെ എൻ്റെ പരിശുദ്ധ കുർബാന അർപ്പണം നിനക്ക് വേണ്ടിയാണ്. ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് എനിക്ക് വിമോചനം കിട്ടാൻ. വിശുദ്ധനായ പേതുറുപ്പിയെ സാക്ഷ്യപ്പെടുത്തുന്നത് ഒരു വലിയ കരച്ചിലാണ് അദ്ദേഹം കേട്ടത്. ഒരു ദിവസം കൂടി ഞാൻ ശുദ്ധീകരണ സ്ഥലത്ത് കഴിയേണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ആത്മാവിനുണ്ടായ വേദന. എൻ്റെ സഹോദരങ്ങളെ, ശുദ്ധീകരണ സ്ഥലത്ത് കഴിയാന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല. അന്തിമമായ ശുദ്ധീകരണം ആത്മാക്കളിൽ നടക്കുന്ന സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം. എൻ്റെ സഹോദരങ്ങളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ ആത്മാക്കളെ ശുദ്ധീകരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ശുദ്ധീകരിക്കുന്ന അഗ്നിയാണ്, ശുദ്ധീകരണ അഗ്നി. പരിശുദ്ധ വചനം വ്യക്തമായി അതിനെക്കുറിച്ചൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മളിത് മനസ്സിലാക്കും. പരിശുദ്ധ വചനം പറയുന്നുണ്ട്,
ശുദ്ധീകരിക്കുന്ന അഗ്നി. ദൈവവചനത്തിൽ അടിസ്ഥാനമുള്ള സത്യമാണിത്. നിങ്ങൾ പരിശുദ്ധ വചനം ശ്രദ്ധിക്കണം. യൂദായുടെ ലേഖനം 1-ാം അധ്യായം 23-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു. യൂദായുടെ ലേഖനം 1-ാം അധ്യായം 23-ാം വചനത്തിൽ എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? ആ വചനം നിങ്ങൾ ശ്രദ്ധാപൂർവ്വം ഒന്ന് വായിച്ച് എന്താ പറയുന്നത്? അവിടെ പറയുക, അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ. അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ. വലിയ അർത്ഥമുണ്ട് സഹോദരങ്ങളെ. സ്വർഗത്തിൽ പ്രവേശിച്ചു വരുന്നവരെ പിടിച്ചു കയറ്റേണ്ട ആവശ്യം നമുക്കില്ല. അവർ കർത്താവിനോട് കൂടെ അവിടുത്തെ മഹത്വത്തിലാണ്. നിത്യനരകത്തിൽ അധപതിച്ചു പോയ ആത്മാക്കളെ രക്ഷിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. കർത്താവിന് പോലും പറ്റുകയില്ല. അവിടുത്തെ നീതി അതിന് അനുവദിക്കുന്നില്ല. അപ്പോൾ ഈ അഗ്നിയിൽ അകപ്പെട്ടവർ ആരാണ്? പല സഭാ പണ്ഡിതന്മാരും സഭാപിതാക്കന്മാരും പറയുന്നത് ഈ വചന ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ചാണ്. അഗ്നിയിൽ അകപ്പെട്ടു പോയവരെ പിടിച്ചു കയറ്റുവിൻ. ശുദ്ധീകരണ ആത്മാക്കൾക്കായി അവർക്ക് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവർക്ക് മാനസാന്തരപ്പെടുവാനോ, അവർക്ക് ഇനി അനുതപിക്കുവാനോ, ധ്യാനം കൂടാനോ, ദൈവവചനം വായിക്കാനോ, കുമ്പസാരിക്കാനോ ഒന്നിനും ഇനി അവർക്ക് അവസരമില്ല സഹോദരങ്ങളെ. അവർക്ക് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ സ്നേഹവും നമ്മുടെ സഹായവും നമ്മുടെ പ്രാർത്ഥനകളുമാണ് ശുദ്ധീകരണ ആത്മാക്കളിലേക്ക് കർത്താവിന്റെ കരുണയെ ഒഴുക്കുന്നത്. ദൈവകരുണ അവരുടെ മേൽ നിബന്ധിക്കുന്നത് സമരസഭയിലായിരിക്കുന്ന ഈ ലോകത്തിൽ ഇരിക്കുന്ന എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയിലൂടെയാണ്. നമ്മുടെ ത്യാഗങ്ങള്, നമ്മുടെ സഹനങ്ങള്, നമ്മുടെ പ്രായശ്ചിത്ത പ്രവൃത്തികള്, നമ്മൾ അതിനെക്കുറിച്ച് അടുത്തൊരു ദിവസം നമ്മൾ ധ്യാനിക്കും. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. അഗ്നിയിൽ അകപ്പെട്ടു പോയവരെ പിടിച്ചു കയറ്റുവിൻ. ഞാൻ ആദ്യമേ നിങ്ങളുമായി പങ്കുവെച്ചു, അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. എന്റെ സഹോദരങ്ങൾ, അതിന് പ്രകടമായ തെളിവ് നമ്മൾ ഗലാത്തി 5:19 മുതൽ 21 വരെയുള്ള വചനങ്ങളിൽ കണ്ടു. വീണ്ടും ഹെബ്രായ പുസ്തകം 12:14 പരിശുദ്ധ വചനം പറയുന്നുണ്ട്, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ. വിശുദ്ധി കൂടാതെ പരിപൂർണമായി വിശുദ്ധീകരിക്കപ്പെട്ട ആത്മാക്കൾക്ക് മാത്രമാണ് മുഖാമിമുഖമായി കർത്താവിന് തിരുമുഖം കണ്ട് അവിടുത്തെ ആരാധിക്കുവാൻ കഴിയുന്നത്. ആർക്കും സാധിക്കില്ല. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ സാധിക്കുകയില്ല. ആമേൻ, ആമേൻ. കാര്യം മനസ്സിലാവുന്നുണ്ട് സഹോദരങ്ങളെ? ഇത് മനസ്സിലാക്കാതെ പലരും ശുദ്ധിക്കുന്ന സ്ഥലമില്ല. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട. അവര് സ്വർഗത്തിലാണ്. സ്വർഗരാജ്യ പ്രവേശനം അത്ര എളുപ്പമൊന്നല്ല. വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നേരിട്ട് സ്വർഗത്തിൽ പോവാന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല സഹോദരങ്ങളെ. കർത്താവിന്റെ നീതി അതിന് അനുവദിക്കില്ല. പൂർണ്ണമായും വിശുദ്ധീകരിക്കപ്പെട്ടവർക്ക് മാത്രമേ സ്വർഗരാജ്യ പ്രവേശനം ഉണ്ടാവുള്ളൂ. ഇത് കർത്താവിന്റെ നീതിയാണ്. അതുകൊണ്ട് വീണ്ടും നമ്മുടെ മലയിലെ പ്രസംഗത്തിൽ നമ്മുടെ കർത്താവ് പഠിപ്പിച്ചത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം 5:8, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ എന്തു ചെയ്യും? അവർ ദൈവത്തെ കാണും. ഇതില്ലെങ്കിൽ, ഇത് പൂർണ്ണമായും പ്രാപിക്കുന്നത് വരെ ശുദ്ധീകരണ സ്ഥലത്ത് അശുദ്ധീകരിക്കുന്ന അഗ്നിയിലൂടെ നമ്മൾ കടന്നു പോകണം സഹോദരൻ. ശുദ്ധീകരണ അഗ്നിയുണ്ട്. പരിശുദ്ധ വചനത്തിൽ കാണാം. സഭാപിതാക്കന്മാർക്കും അനേകം വിശുദ്ധർക്കും സഭയിലെ പല മിസ്റ്റിക്സുകൾക്കും കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തതാണ്. ശുദ്ധീകരണത്തിൽ അഗ്നിയുണ്ട്. ശുദ്ധീകരണ അഗ്നി. വിശുദ്ധ കൊച്ചുത്രേസ്യ വീണ്ടും പറയുന്നൊരു കാര്യമുണ്ട്. ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് എന്താ പറയുന്നത്? ഈ ഭൂമിയിലെ പീഡകളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും മരണശേഷം നേരെ ദൈവത്തിലേക്ക് ചെല്ലാനുള്ള കൃപകൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. കഠിനമായ സഹനങ്ങൾ അത് നമ്മൾ പിന്നീട് കാണും. എന്നാൽ അപ്രകാരം ലഭിക്കാത്ത വ്യക്തികൾ സമയം പാഴാക്കി എന്ന് വേണം പറയാൻ. തുടർന്ന് കൊച്ചുരേസ്യ പറയാണ്, യാതനകളും സഹനങ്ങളും കഷ്ടപ്പാടുകളെല്ലാം പാഴാക്കി കളഞ്ഞവർ ശുദ്ധീകരണ സ്ഥലത്തിലൂടെ
കടക്കേണ്ടി വരുന്നു. ശുദ്ധീകരണ സ്ഥലം എന്നത് സമയം പാഴാക്കിയവർക്ക് കർത്താവ് നൽകിയ സാധ്യതകൾ, അത് സഹനത്തിലൂടെ, കഷ്ടതകളിലൂടെ, ദുഃഖങ്ങളിലൂടെ, വേദനകളിലൂടെ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നുണ്ട് ഈ ഭൂമിയിൽ വെച്ച് തന്നെ. അത് മനസ്സിലാക്കുക. പിറുപുറത്തും പരാതി പറഞ്ഞും അരിശപ്പെട്ടും വിഷാദിച്ച് നിരാശപ്പെട്ടും ഈ സമയവും സാധ്യത തള്ളിക്കളയുന്നവരെ, പക്ഷെ കൊച്ചുരേസ്യ പറയാ, അവർക്ക് ഉറപ്പാണ് ശുദ്ധീകരണ സ്ഥലത്തോട് പോകേണ്ടി വരും. എന്താ പറയുന്നത്? സമയം പാഴാക്കിയവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു അടിയന്തര പ്രവേശന കവാടമാണ് ശുദ്ധീകരണ സ്ഥലം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര ശക്തമായ അത് വലിയ വലിയ തിയോളജിയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ സഭയോട് പറയുന്നത്. സഭാ പണ്ഡിതന്മാര് പറയുന്നത് അതിനേക്കാൾ ജ്ഞാനത്തിലാ കൊച്ചുത്രേസ്യ പറയുന്നത്. നമ്മളിത് മനസ്സിലാക്കണം എൻ്റെ സഹോദരങ്ങൾ. ഇതൊന്നും കെട്ടുകഥകളല്ല. നമ്മുടെ വിശുദ്ധാത്മാക്കൾ ഇത് വിശ്വസിച്ചു. കർത്താവിന്റെ ജ്ഞാനത്താൽ പൂരിതരായ സഭാപിതാക്കന്മാരിത് വിശ്വസിച്ചു, അവരിത് പ്രഘോഷിച്ചു. ശുദ്ധീകരണ ആത്മാക്കളെ സ്നേഹിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കളെ ശുദ്ധീകരിക്കുന്ന ഒരു അഗ്നി ഉണ്ടെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. നമ്മൾ കണ്ടു, അഗ്നിയിലകപ്പെട്ടവരെ എന്നാ പറയുന്നത്. അഗ്നിയിലകപ്പെട്ടു പോയ ആത്മാക്കളെ പിടിച്ചു കയറ്റി അവർക്ക് സ്വയം കയറാൻ പറ്റില്ലേ? ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ആടുമാടുകള്, പശു ആവാം, പോത്താകാം, എന്താവട്ടെ, അത് പോയൊരു വലിയ കുഴിയിൽ വീണ് കഴിഞ്ഞാൽ അതിന് സ്വയം കയറാൻ പറ്റില്ല. ആ പടുകുഴിയിൽ നിന്ന് നമ്മുടെ ആടിനെ കയറ്റാൻ അല്ലെങ്കിൽ പശുവിനെ കയറ്റാൻ നമ്മൾ കരം കൊടുത്ത് അല്ലെങ്കിൽ മറ്റു പല സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആ വലിയ കുഴിയിൽ നിന്ന് ആ മൃഗങ്ങൾ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഇതുപോലത്തെ ഒരു അവസ്ഥയാണ് ശുദ്ധീകരണ ആത്മാക്കൾക്ക്. അവർക്ക് സ്വയം പുറത്തു വരാം, അവർക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അവരെ നമ്മൾ സഹായിക്കണം, നമ്മൾ പിടിച്ചു കയറ്റണം. നമ്മൾ പിടിച്ചു കയറ്റിയില്ലെങ്കിൽ സഹോദരങ്ങളെ നീണ്ട വർഷങ്ങള് അവർ ഈ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കും. അങ്ങനെയുള്ള ആത്മാക്കൾ ഉണ്ടെന്ന് എത്രയോ സഭയുടെ മിസ്റ്റിക്കുകൾക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീനാമ, വിശുദ്ധ കാതറിൻ, സെന്റ് നിക്കോളാസ്, പിന്നെ ഒത്തിരി വിശുദ്ധ ആത്മാക്കള്, അതുപോലെ വിശുദ്ധ പേദറോപ്പിയോ, നമ്മുടെ അമ്മ ത്രേസ്യ, കേരളത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധയാണ് നമ്മുടെ അമ്മ ത്രേസ്യ, ഷേവ്രേസ്യാമ. അവർക്കെല്ലാം ശുദ്ധീകരണ ആത്മാക്കളുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. അവർക്ക് നമ്മോട് കള്ളം പറയേണ്ട ആവശ്യമുണ്ടോ? തിരുവചനത്തിലേക്ക് വാ, നിങ്ങൾ തിരുവചനത്തിലേക്ക് വാ. ശുദ്ധീകരിക്കുന്ന അഗ്നിയുണ്ട്. പൗലോസ്ലീഹ സഭയെ പഠിപ്പിക്കുകയാണ്. കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 13, 14, 15 വചനങ്ങൾ നിർത്തി ഉച്ചത്തിലെ വചനം വായിക്കണം. ഓരോരുത്തരുടെയും പണി പരസ്യമാകും. കർത്താവിന്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും. അഗ്നിയിൽ അത് വെളിവാക്കപ്പെടും. ഓരോരുത്തരുടെയും പണി ഏതു തരത്തിലുള്ളതെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും. ആരുടെ പണി നിലനിൽക്കുന്നുവോ അവർ സമ്മാനിതരാകും. 15-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. എങ്കിലും അഗ്നിയിലൂടെ എന്ന വണ്ണം അവർ രക്ഷ പ്രാപിക്കും. എൻ്റെ സഹോദരങ്ങളെ, നിത്യതയിൽ നമ്മൾ കർത്താവിനടുത്ത് ചെല്ലുമ്പോൾ ഈ ലോകത്തിൽ നമ്മൾ ചെയ്ത സകല പ്രവൃത്തികളും പരിശോധിക്കപ്പെടുന്നത് അഗ്നിയിലാണ്. അഗ്നിയിലാണ് പരിശോധിക്കപ്പെടുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ പണ്ടൊക്കെ ഈ വസ്ത്രങ്ങൾ തുണി വാങ്ങാൻ നമ്മൾ തുണിക്കടകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അതവിടെ പ്രകാശം കിട്ടാനല്ല, ആ തുണിയുടെ ക്വാളിറ്റി മനസ്സിലാക്കും. നൈലോൺ തുണികളുണ്ട്, കോട്ടൻ്റെ തുണികളുണ്ട്. ഈ നൈലോണിൻ്റെ തുണിയുടെ ആ ഒരു അഴയുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു നീളത്തിൽ നിൽക്കുന്ന ഒരു നൂല് പോലെ. ഈ നൈലോണിൻ്റെ നൂല് ഈ തീയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഉരുകി പോകും. അതിൻ്റെ ക്വാളിറ്റിയാണ് അത് നൈലോൺ തന്നെയാണ്. കോട്ടൻ്റെ നൂല് നമ്മൾ തീയിലേക്ക് വെച്ചതേ ഓർമ്മയുള്ളൂ,
അത് കരിഞ്ഞു പോകും, പെട്ടെന്ന് അത് കരിഞ്ഞു പോവാണ്. അത് കോട്ടനാണ്, നമ്മൾ മനസ്സിലാവാണ്. ഇതുപോലെ എൻ്റെ സഹോദരങ്ങളെ, അതിൻ്റെ തൊട്ടുമുകളിലുള്ള വചനം പറയുന്നുണ്ട് പണിയുന്ന മെറ്റീരിയലുകളെ കുറിച്ച്. ഞാൻ അതിലോട്ട് പോകുന്നില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ച നമ്മുടെ ജീവിത ചെയ്തികള് കർത്താവിന്റെ മുമ്പിൽ പരിശോധിക്കപ്പെടും. പരിശോധിക്കുന്നത് അഗ്നിയാണ്, ശുദ്ധീകരിക്കുന്ന അഗ്നി. പരിശുദ്ധ വചനം പറയുന്നു, ആരുടെ പണി നിലനിൽക്കുന്നുവോ ഈ അഗ്നിയിൽ ശോധന ചെയ്യപ്പെടും. ആ അഗ്നിശോധനയെ ആരുടെ പണികൾ അതിജീവിക്കുന്നുവോ അവർ മാത്രം സമ്മാനിതരാകും. അല്ലാത്തവരൊക്കെ നഷ്ടം സഹിക്കേണ്ടി വരും, നഷ്ടം സഹിക്കേണ്ടി വരും. ഈ നഷ്ടം സഹിക്കുക എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നഷ്ടം സഹിക്കേണ്ടി എന്ന് പറഞ്ഞാൽ കർത്താവിനോട് കൂടെയുള്ള ആ നിത്യമഹത്വം അവർക്ക് അനുഭവിക്കാൻ പറ്റില്ല. അതാണ് നഷ്ടം എന്ന് പറയുന്നത്. അല്ലാതെ ഇവിടെ നഷ്ടപ്പെടുന്ന ലക്ഷങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമല്ല ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ കാറ് പോയി, വീട് പോയി, അങ്ങനെയുള്ള നഷ്ടങ്ങളാണോ? അല്ല സഹോദരങ്ങളെ, കർത്താവിനോട് കൂടെയുള്ള നമ്മുടെ നിത്യത അതെനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. അതാണൊരു മനുഷ്യന്റെ ഏറ്റവും വലിയ നഷ്ടമെന്ന് പറയുന്നത്. ഏറ്റവും വലിയ നഷ്ടമെന്ന് പറയുന്നത് നമുക്ക് കർത്താവിനോട് കൂടെ സ്വർഗത്തിൽ ആയിരിക്കുവാൻ കഴിയാതെ പോകുന്നതാണ്. അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. പക്ഷെ പേടിക്കണ്ട, പരിശുദ്ധ സഭ പറയുന്നുണ്ട് നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. എന്നാൽ അഗ്നിയിലൂടെ എന്നവണ്ണം അവൻ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. അഗ്നിയിലൂടെ എന്നവണ്ണം. ഇത് ശുദ്ധീകരണ സ്ഥലമാണ്, ശുദ്ധീകരിക്കുന്ന അഗ്നി. പല സഭാ പണ്ഡിതന്മാരും സഭാപിതാക്കന്മാരും ഇത് ശുദ്ധീകരണ സ്ഥലവുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കുന്നുണ്ട്. പരിശുദ്ധ കത്തോലിക്ക സഭ കണ്ടുപിടിച്ചിട്ട് സൂത്രമല്ല. ഇതര ക്രൈസ്തവ സമൂഹങ്ങളിലായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് കർത്താവിന്റെ സത്യവചനമാണ്. നഷ്ടം സഹിക്കേണ്ടി വരും, എങ്കിലും അഗ്നിയിലൂടെ എന്നവണ്ണം ശുദ്ധീകരണ സ്ഥലത്ത് ശുദ്ധീകരിക്കുന്ന അഗ്നിയിലൂടെ സ്വർഗരാജ്യ പ്രവേശനത്തിന് ആവശ്യമായ പരിപൂർണമായ വിശുദ്ധി ഒരു ആത്മാവ് നേടുമ്പോൾ ആത്മാവിനെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയാണ്. അപ്പോൾ നമ്മളെ ശുദ്ധീകരിക്കുന്ന അഗ്നിയുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, വ്യക്തമായി വചനം പഠിപ്പിക്കുക. അതുകൊണ്ടാണ് യൂദാ പറഞ്ഞത്, അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുക, അഗ്നിയിൽ അകപ്പെട്ടു പോയവരെ പിടിച്ചു കയറ്റണം. ശുദ്ധീകരണ ആത്മാക്കളെ രക്ഷിക്കണം. നമ്മൾ അവിടെ നിത്യജീവന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് ധ്യാനിക്കാം. വീണ്ടും ജ്ഞാനത്തിന്റെ പുസ്തകം, ദ ബുക്ക് ഓഫ് വിസ്ഡം, ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? ജ്ഞാനത്തിന്റെ പുസ്തകം കർത്താവിന്റെ തിരുവെഴുത്ത് പറയുന്നു, 6-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ശിക്ഷിക്കപ്പെട്ടവനാണ്, അത് 3-ാം അധ്യായം. ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യദൃഷ്ടിയിൽ തോന്നിയാലും അനശ്വരമായ പ്രത്യാശയുള്ളവരാണവർ. ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു. അല്പകാല ശിക്ഷണത്തിനു ശേഷം അവർക്ക് വലിയ നന്മ കൈവരും. ഉലയിൽ സ്വർണമെന്ന പോലെ അവിടുന്ന് അവരെ ശോധന ചെയ്ത് ദഹനബലിയായി പറഞ്ഞ എന്താണ്? ദഹനബലിയായി സ്വീകരിച്ചു. ദഹനബലിയായി സ്വീകരിച്ചു. ശുദ്ധീകരണ ആത്മാക്കളുമായുള്ള ബന്ധത്തിൽ ഈ വചനത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് പല സഭാപിതാക്കന്മാരും പഠിപ്പിക്കുന്നുണ്ട്. ആദിമസഭയിലെ വലിയൊരു സഭാപിതാവ്, സഭാ പണ്ഡിതനായിരുന്നു ഒരിജൻ. സഭാപിതാവായ ഒരിജൻ പറയുന്നൊരു വാക്കുണ്ട്. എന്താണ് ഒരിജൻ പറയുന്നത്? ദുഷ്പ്രവർത്തികളുടെ മാലിന്യങ്ങളെ എരിയിക്കുന്ന അഗ്നിയിലാണ് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ ദുഷ്പ്രവർത്തികളുടെ മാലിന്യങ്ങളെ എരിയിക്കുന്ന അഗ്നിയിലാണ് ശുദ്ധീകരണാത്മാക്കള്. ഇതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് മഹാനായ വിശുദ്ധ ഗ്രിഗറി മാർപ്പാപ്പ, അദ്ദേഹം പറയുന്നൊരു സത്യമുണ്ട്. എന്താ പറയുന്നത്? ചെറിയ തെറ്റുകളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി വിധി ദിനത്തിന് മുൻപായി ശുദ്ധീകരണ അഗ്നിയുണ്ടെന്ന് നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഇത് പൊട്ട കഥകളല്ല.
മാനുഷികമായി ബുദ്ധിയിൽ ഉദിച്ച ചില മാനുഷിക ആശയങ്ങളല്ല പ്രിയപ്പെട്ടവരെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. സഭാപിതാക്കന്മാരെ, സഭയുടെ പണ്ഡിതന്മാരെ, വേദശാസ്ത്രജ്ഞരെ, സഭയുടെ വേദപരംഗതന്മാരെ, ദൈവവചനത്തിന് അഗാധമായ ജ്ഞാനം സ്വന്തമാക്കിയ വിശുദ്ധാത്മാക്കളാണ് ഈ സത്യങ്ങൾ നമ്മോട് പങ്കുവെക്കുന്നത്. ശുദ്ധീകരിക്കുന്ന ഒരു ശുദ്ധീകരണ അഗ്നിയുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. ഇത് കെട്ടുകഥയല്ല, പരിശുദ്ധ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. പക്ഷെ പൗലോസ് പറഞ്ഞില്ലേ, യൂദായുടെ ലേഖനത്തിൽ നമ്മൾ കണ്ടില്ലേ, വീണ്ടും ഹെബ്രായ പുസ്തകം 13-ാം അധ്യായം 12-ാം അധ്യായം 27-ാമത്തെ വചനത്തിൽ കർത്താവിന്റെ സത്യവചനം പറയുന്നു. ദ ബുക്ക് ഓഫ് ഹീബ്രു, ഹെബ്രായ പുസ്തകം 12:29. കാരണം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഈസ് എ കൺസ്യൂമിംഗ് ഫയർ. ദഹിപ്പിക്കുന്ന അഗ്നി നമ്മുടെ സകല പാപമാലിന്യങ്ങളെയും, ഈ ലോകത്തിന്റെ സകല ജഡീകതകളെയും ഭൗതികതകളെയും, ഈ ലോകത്തിന്റെ എല്ലാവിധ മ്ലേച്ഛതകളെയും അശുദ്ധികളിൽ നിന്ന് നമ്മളെ പരിപൂർണമായും ശുദ്ധീകരിക്കുന്ന ദഹിപ്പിക്കുന്ന അഗ്നിയാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൺസ്യൂമിംഗ് ഫയർ, ദഹിപ്പിക്കുന്ന അഗ്നി. നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. പരിശുദ്ധ വചനം പറയാ, നമ്മുടെ കർത്താവ് തീ തരയ, ഫയർ, തീ, തീ, ദഹിപ്പിക്കുന്ന തീ, ദഹിപ്പിക്കുന്ന തീ. സഹോദരങ്ങളെ, ശുദ്ധീകരണ അഗ്നിയുണ്ട്, ശുദ്ധീകരണ അഗ്നിയുണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഈ ശുദ്ധീകരണ അഗ്നിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ടാണ് കർത്താവ് ഈ ലോക ജീവിതത്തിൽ ചില സഹനങ്ങൾ അനുവദിക്കുമ്പോൾ, ചില കഷ്ടതകൾ അനുവദിക്കുമ്പോൾ, വിശ്വാസത്തിന് ചില പരിശോധനകൾ അനുവദിക്കുമ്പോൾ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് സ്നേഹത്തോടെ സ്വീകരിക്കുവാൻ നമ്മൾ പഠിക്കണം. അതൊരു ജ്ഞാനത്തിൻ്റെ പ്രവൃത്തിയാണ്. വിശുദ്ധ അൽഫോൺസാമ, മറിയം ത്രേസ്യാമ, വിശുദ്ധ ഏപ്രിസ്യാമ, വിശുദ്ധ കൊച്ചു ത്രേസ്യ, എത്രയോ വിശുദ്ധാത്മാക്കളുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന സത്യം. കാരണം അവരിത് മനസ്സിലായി, ഇവിടെ ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ശുദ്ധീകരണ സ്ഥലത്ത് അധികം നാൾ ആവശ്യമില്ല. ഈ ലോക ജീവിതത്തിൽ തന്നെ കർത്താവിനോടുകൂടെ നിത്യത ചെലവഴിക്കുവാൻ ആവശ്യമായ വിശുദ്ധി ഒരു ആത്മാവ് നേടുമ്പോൾ അത്ര എളുപ്പമാണ് ആ ആത്മാവിനെ തന്റെ സ്വർഗരാജ്യ പ്രവേശനം എന്ന് പറയുന്നത്. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ലോക ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സമർപ്പിത ജീവിതത്തിൽ, പൗരോഹിത്യ ജീവിതത്തിൽ, ഏകാവസ്ഥ ജീവിതത്തിൽ നാം ഏത് ദൈവവിളിയിലാണ് ആയിരിക്കുന്നത്, ആ വിളിയിൽ വരുന്ന ഒരുപാട് ഞെരുക്കങ്ങളുണ്ട്. അത്ര എളുപ്പം നല്ല നമ്മുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. അവിടെ വരുന്ന സഹനങ്ങൾ, ഒറ്റപ്പെടലുകൾ, ഏകാന്തതകൾ, അനാഥത്വങ്ങൾ, അവഹേളനങ്ങൾ, തിരസ്കരണങ്ങൾ, മാനസികവും ശാരീരികവുമായി നമ്മൾ അനുഭവിക്കുന്ന മുറിവുകൾ, നൊമ്പരങ്ങൾ, ഇതൊക്കെ സഹനങ്ങളാണ്. ഈ സഹനങ്ങളെ കൃപകളായി നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയാണ്. നമ്മുടെ ശുദ്ധീകരണ ആ സ്ഥലത്തെ അത് പരിമിതപ്പെടുകയാണ്. ഈ സത്യം മനസ്സിലാക്കിയവരെ വിശുദ്ധാത്മാക്കള്, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നമ്മുടെ വിശുദ്ധയായ അൽഫോൺസമ്മ പറയാ, എനിക്ക് സഹനങ്ങൾ കർത്താവ്, ഇന്ന് നിന്റെ സ്നേഹം കുറഞ്ഞു, ഇന്ന് സഹനം കുറഞ്ഞു പോയി. സ്നേഹം കുറഞ്ഞു എന്ന് ചോദിക്കും. കാരണം അവരിതിനർത്ഥം മനസ്സിലാക്കി, ആ സഹനങ്ങൾ രക്ഷാകരമാക്കി മാറ്റി. ഇതാണ് ഇവിടെ വിശുദ്ധരെ സാക്ഷ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ശുദ്ധീകരണ ആത്മാക്കളെ നമ്മൾ സ്നേഹിക്കണം, അഗാധമായി സ്നേഹിക്കണം. അവരെല്ലാം നൽകിയവരാണ് നമുക്ക്. നമ്മളിന്ന് കാണുന്ന, നമ്മൾ അനുഭവിക്കുന്ന ഈ നന്മകളൊക്കെ അവരുടെ സ്നേഹത്തിൻ്റെ സമർപ്പണങ്ങളാണ്. നമ്മൾ അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതി എന്ന് പറയുന്നത് അവരെ അവഗണിക്കുന്നതാണ്, അവരവഗണിച്ചു കളയുന്നതാണ്. ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് ഏറ്റവും അധികം അവഗണിക്കപ്പെടുന്ന, തിരസ്കരിക്കപ്പെടുന്ന സമൂഹം എന്ന് പറയുന്നത് ശുദ്ധീകരണാത്മാക്കളാണ്. ശുദ്ധീകരണാത്മാക്കള് എത്ര പേര് ഈ നവംബർ മാസം നമ്മൾ കുറച്ചൊക്കെ ഓർക്കാറുണ്ട്. ഇത് കഴിയുമ്പോൾ എത്ര പേര് എവരിഡേ, ദിനം തോറും നമ്മൾ ശുദ്ധീകരണാത്മാക്കളെ സ്നേഹിക്കണം. സമരസഭയിലായിരിക്കുന്ന നമ്മൾ, സഹനസഭയിലായിരിക്കുന്ന ആ വിശുദ്ധരുടെ ഒരു ഐക്യത്തിലേക്ക് നമ്മൾ വരണം. എൻ്റെ സഹോദരങ്ങളെ,
വിശുദ്ധ പേതുർപ്പിയോട് ബ്രദറായ ആ ബ്രദറിന്റെ പേര് ഞാനൊന്ന് വായിക്കാം. ബ്രദർ മോഡസ്റ്റീനോ എന്നാണ്. ബ്രദർ മോഡസ്റ്റീനോ ഒരിക്കൽ വിശുദ്ധനായ പേതുർപ്പിയോട് ചോദിച്ചു. അദ്ദേഹത്തിന്റെ സന്യാസ സമൂഹത്തിലുള്ള ആളാണ്. അച്ഛാ, ശുദ്ധീകരണ സ്ഥലത്തിന്റെ അഗ്നിയെ കുറിച്ച് അങ്ങ് എന്തു പറയുന്നു? ഇത് കെട്ടുകഥയല്ലാണ്ട് പേതുർപ്പിയോയ്ക്ക് നമ്മോട് നുണ പറയേണ്ട ആവശ്യമില്ല. പരിശുദ്ധ സഭയിലെ വലിയൊരു വിശുദ്ധനാണ് പേതുർപ്പിയോ. ആ ശുദ്ധാത്മാവ് നമ്മളുമായി പങ്കുവയ്ക്കുകയാണ്. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് അവിടുത്തെ അഗ്നി ഉപേക്ഷിച്ച് ഭൂമിയിലെ ഏറ്റവും വലിയ അഗ്നിയിലേക്ക് പോകാൻ കർത്താവ് അനുവാദം കൊടുത്താൽ ചൂടുവെള്ളത്തിൽ നിന്ന് തണുത്ത വെള്ളത്തിലേക്ക് പോകുന്നത് പോലെ ആയിരിക്കും അത്. എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണ അഗ്നി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ എല്ലാ തീനേക്കാളും അതികാഠിന്യമാണെന്നാണ് വിശുദ്ധ പേതുരു. ഇവർക്കത് ആത്മാവിൽ അനുഭവിച്ചവരാണ്. സഭയുടെ വലിയ മിസ്റ്റിക്കുകളാണ്. കർത്താവ് തൻ്റെ അനന്തമായ സ്നേഹത്തിൽ ഈ മർമ്മങ്ങളെല്ലാം തൻ്റെ ജ്ഞാനത്തിലൂടെ തൻ്റെ പ്രിയപ്പെട്ട വിശുദ്ധാത്മാക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. എന്തിനു വേണ്ടി? നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കാൻ. ഈ ആത്മീയ രഹസ്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ നിത്യതയുടെ ദർശനത്തിൽ വളരാൻ, ശുദ്ധീകരണ ആത്മാക്കളെ സ്നേഹിക്കാൻ, ശുദ്ധീകരണ സ്ഥലത്ത് ആയിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ത്യാഗമെടുക്കാൻ, പ്രാർത്ഥിക്കാൻ, പ്രാശ്ചിത്തം ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാതെ വേദനിക്കുന്ന എത്രയോ അനാഥാത്മാക്കളുണ്ട്. അവരൊക്കെ നമ്മൾ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ സഹോദരങ്ങളെ, വീണ്ടും സിസ്റ്റർ ബറൂളി എന്നാണ് ആ സഹോദരിയുടെ പേര്. സിസ്റ്റർ ബറൂളി ഒരിക്കൽ പേതുർപ്പിയോട് ചോദിച്ചു, അച്ഛാ, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ഒരു ആശയം തരാമോ? പിന്നെ വിശുദ്ധനായ പേതുർപ്പി പറഞ്ഞു, എൻ്റെ മകളെ, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ ഈ ഭൂമിയിലെ അഗ്നിയുടെ കിണറ്റിലേക്ക് തങ്ങളെ തന്നെ എറിയാൻ ആഗ്രഹിക്കുന്നു. കാരണം അവർക്കത് തണുത്ത വെള്ളമുള്ള ഒരു കിണറായിരിക്കുന്നു. ആലോചിച്ച് നോക്കിയത് നമ്മള് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ കഠിന ചൂടുള്ള ആ അഗ്നി തടാകത്തിലേക്ക്, അഗ്നി കിണറ്റിലേക്ക് തങ്ങളെ തന്നെ എറിയാൻ ശുദ്ധീകരണാത്മാക്കൾ ആഗ്രഹിക്കുന്നു. ഇത് പേതുർപ്പി പറയുന്ന അദ്ദേഹത്തിന് മാനസിക നില തെറ്റിയിട്ടല്ല, അദ്ദേഹത്തിന് വിഭ്രാന്തി അല്ലെങ്കിൽ ഈ സൈക്കോ പ്രോബ്ലം ഉണ്ടായതുകൊണ്ടല്ല സഹോദരങ്ങളെ. തൻ്റെ ആത്മാവിൽ അത് അനുഭവിക്കാൻ കർത്താവ് കരുണ കാണിച്ചു. ഈ നിത്യസത്യങ്ങള് തന്റെ വിശുദ്ധാത്മാക്കൾക്ക്, സഭാപിതാക്കന്മാർക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. അത് പുച്ഛിച്ച് തള്ളരുത് നീ. നീ അത് തള്ളിക്കളഞ്ഞ ഒരു ദിവസം നമ്മളൊക്കെ ഇതിലൂടെ കടന്നു പോകേണ്ടവരാണ്. ഇവിടെ ആരും സ്ഥിരം താമസിക്കാൻ വന്നവരല്ല. രാമ്യം പറഞ്ഞേ. ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോ, എന്നാലോ നാമൊരു നാൾ കൂടി പ്രിയനെ പാടി സ്തുതിക്കാം. നമ്മുടെ തടിമിടുക്കൊണ്ടോ, ഞാൻ കഴിക്കുന്ന മൾട്ടി വിറ്റാമിൻ്റെ ഗുളിക കൊണ്ടോ, അല്ലെങ്കിൽ ഞാൻ കഴിക്കുന്ന ആ ന്യൂട്രീഷൻ, നല്ല പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ആഹാരം കൊണ്ടല്ല ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. എന്റെ കർത്താവിന്റെ കരുണയാണ്. എന്റെ കർത്താവ് എന്നോട് കാണിച്ച കാരുണ്യം. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിനോട് പറഞ്ഞ, സന്തോഷേ മോനെ എഴുന്നേൽക്കടാ, നീ എഴുന്നേൽക്ക് മകനെ. കർത്താവിനെ ഉണർത്തിയത് കൊണ്ട് എനിക്ക് ഈ പ്രഭാതത്തിൽ ഉണരാൻ പറ്റിയതല്ലാതെ എൻ്റെ മസിൽ പവർ കൊണ്ടല്ലാട്ടോ. സഹോദരങ്ങളെ, നമ്മളെക്കാൾ കഴിവും പാണ്ഡിത്യവും സൗന്ദര്യവും സമ്പത്തുള്ള പലരും ഇന്ന് പ്രഭാതത്തിൽ ഉണർന്നില്ല. സൈലന്റ് അറ്റാക്ക് വന്ന്, സ്ട്രോക്ക് വന്ന് ഈ ലോകം വിട്ട് പലരും നിത്യതയിലേക്ക് പോയി. ഈ സത്യം മറന്ന് നീ ജീവിക്കരുത്. ഈ ദൂത് എന്നോട് നിന്നോട് പരിശുദ്ധാത്മ പറയുന്നത്. നിത്യതയുടെ വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും പ്രകാശിതമാണ്. സ്വർഗനരക ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് കെട്ടുകഥയല്ല, അത് മതം കണ്ടുപിടിച്ച സൂത്രമല്ല. ഇന്ന് അനേകർ സഭയിലുള്ള പല വിശ്വാസികൾ പോലും പറയും ഇത് കാലഹരണപ്പെട്ടു പോയതാണ്, ഇതൊക്കെ പണ്ടത്തെ ആശയമാണ്.
ഈ ആധുനിക സഭയിലൊന്നും ഇതുപോലെയുള്ള പഠനങ്ങൾ പാടില്ല. അതുകൊണ്ട് തന്നെ ആത്മാക്കൾ നശിച്ചുകൊണ്ടിരിക്കുന്നത്, അനുതാപം നഷ്ടപ്പെടുന്നത്. നമ്മൾ അറിയാതെ നമ്മൾ ലൗകികരും ജഡീകരുമായി മാറുന്നതിന് കാരണം ഈ നിത്യസത്യങ്ങൾ ഇന്ന് യഥാവിധി സഭയിൽ പ്രഘോഷിക്കപ്പെടുന്നില്ല. വിശുദ്ധാത്മാക്കൾ പ്രഘോഷിച്ച സത്യങ്ങളായത്, സഭാപിതാക്കൾ പഠിപ്പിച്ച സത്യങ്ങളാണ്. ഇന്നത്തെ സഭയ്ക്ക് ഏറ്റവും ആവശ്യം നിത്യതയുടെ ഇറ്റേണൽ ഗോസ്പൽ, നിത്യതയുടെ സുവിശേഷമാണ്. അത് ഈ തലമുറയോട് നമ്മൾ പ്രഘോഷിക്കണം, പ്രഖ്യാപിക്കണം. എൻ്റെ സഹോദരങ്ങളെ, ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ വചനം കൃത്യമായി നമ്മളെ ഈ സത്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് നിങ്ങളൊന്ന് വന്ന്, എന്താ വചനം പറയുന്നത്? തിരുവചനം എന്താ പറയുന്നത്? 1035 പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1035 സഭ പറയുന്നു. എന്താ പറയുന്നത്? നരകത്തിന്റെ അസ്തിത്വത്തെയും അതിന്റെ നിത്യതയെയും സഭയുടെ പ്രബോധനം സ്ഥിരീകരിക്കുന്നു. മാരകപാപത്തിന്റെ അവസ്ഥയിൽ മരിക്കുന്നവരുടെ ആത്മാക്കൾ മരിച്ചാൽ ഉടനെ നരകത്തിൽ നിബന്ധിക്കുന്നു. അടുത്ത പാട്ടിലേക്ക് പോയി 1035 അടുത്ത് കണ്ടോ പതിക്കുന്നു. അവിടെ നിത്യാഗ്നിയായ നരക പീഡനങ്ങൾ അനുഭവിക്കും. പീഡനങ്ങൾ. എന്നിട്ട് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ആ ടെക്സ്റ്റിൽ പറയുന്നത്, അടുത്തൊരു ഭാഗത്ത് പറയുന്നു, ദൈവത്തോടുള്ള എന്നേക്കുമായൊരു വേർപെടലാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കുക. കർത്താവിൽ നിന്നുള്ള എന്നേക്കുമായ ഒരു വേർപെടൽ, ഇറ്റേണൽ പണിഷ്മെന്റ്, എന്നേക്കുമായൊരു വേർപെടലാണ് നരകത്തിന്റെ ഭയാനകത എന്ന് പറയുന്നത്. അവിടെ നാം ആയിരിക്കുവാൻ കർത്താവ് ഒരിക്കലും ഇഷ്ടപ്പെടും. നമ്മൾ ആരും നശിച്ചു പോകാൻ, നമുക്ക് ആർക്കും ആത്മനാശം സംഭവിക്കാൻ ഒരു നാളും നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ആ സ്നേഹത്തിന് അടയാളമാണ് ശുദ്ധീകരണ സ്ഥലം. ദൈവത്തിന്റെ നീതി അനുവദിക്കുന്നു. എന്തനുവദിക്കുന്നു? പരിപൂർണമായി വിശുദ്ധീകരിക്കപ്പെട്ടവർ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കൂ. അതിനാൽ പരിപൂർണമായി വിശുദ്ധി നമുക്ക് മരണാന്തരം ലഭിക്കാൻ വേണ്ടി കർത്താവ് തൻ്റെ കാരുണ്യത്തിന് അടയാളമായി ശുദ്ധീകരണ സ്ഥലം നമുക്കായി ഒരുക്കി. ഇതില്ലെങ്കിൽ ഇന്ന് അനേകം ആത്മാക്കള് നിത്യനരകത്തിലായിരിക്കും. കർത്താവിൻ്റെ കാരുണ്യമാണ്. അതുകൊണ്ട് പല സഭാപിതാക്കന്മാരും പറയും, ഇത് കർത്താവിൻ്റെ കാരുണ്യമാണ്, കർത്താവിൻ്റെ കൃപയാണ്, കർത്താവിൻ്റെ കാരുണ്യമാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ സത്യം മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മളതിനു വേണ്ടി ഒരുങ്ങുകയാണ്. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 2, 3, 4 വചനങ്ങളിൽ പരിശുദ്ധ വചനം പറയുന്നുണ്ട്. മലാക്കിയുടെ പുസ്തകം. എന്നാൽ അവിടുത്തെ വരവിന്റെ ദിനത്തെ അതിജീവിക്കാൻ ആർക്ക് കഴിയും? അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവിടുത്തെ മുൻപിൽ നിൽക്കാൻ ആർക്ക് കഴിയും? ഉലയിൽ അഗ്നി പോലെയും അലക്കുകാരന്റെ കാരം പോലെയുമാണ് അവിടുന്ന്. കർത്താവിന്റെ മുൻപിൽ നിൽക്കാൻ ആർക്കും പറ്റും. പരിശുദ്ധരിൽ പരിശുദ്ധനാണ്. മലാഖമാര് പോലും കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കാൻ ഭയന്ന് വിറയ്ക്കുകയാണ്. സറാഫുകൾ പോലും ആ മുഖം തങ്ങൾ ചിറകൾ കൊണ്ട് മൂടിയിരിക്കുകയാണ്. കാരണം കർത്താവിന്റെ തിരുമുഖത്തേക്ക് അത് ആ റെവറൻസ്, അത്രമാത്രം ഗ്ലോറിയസ്, മഹത്വീകൃതനായ കർത്താവ്. ആ കർത്താവിന്റെ മുൻപിൽ നമുക്ക് നിൽക്കാൻ പറ്റണമെങ്കിൽ, ആ കർത്താവിനോടുകൂടെ നിത്യമഹത്വത്തിലായിരിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ പരിപൂർണമായ വിശുദ്ധി കൂടിയേ തീരൂ. ഞാനൊരു അനുഭവം കൂടിയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ സഭയിലെ വലിയൊരു വിശുദ്ധനാണ് പീറ്റർ ഡാമിയൻ. വളരെ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ഒരു വിശുദ്ധൻ. അദ്ദേഹം കഷ്ടപ്പാടിലൂടെ പഠിച്ചു. അദ്ദേഹം വൈദികനായി, പിന്നീട് സഭയുടെ ബിഷപ്പായി, സഭയിലെ കർദിനാളായി, സഭയിലെ വലിയൊരു വിശുദ്ധനായി, സഭ പണ്ഡിതനായി, വിശുദ്ധനായ പീറ്റർ ഡാമിയൻ. ഒരു ദിവസം അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു രാത്രി സമയത്ത്. ഈ സമയത്ത് പെട്ടെന്ന് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ തൻ്റെ സഹോദരി തൻ്റെ മുൻപിൽ പ്രാർത്ഥന യാചിക്കുന്നു. വിശുദ്ധനെ മനസ്സിലായി തൻ്റെ സഹോദരി ശുദ്ധീകരണ സ്ഥലത്താണ്. അവൾ പറഞ്ഞു, കർത്താവിൻ്റെ കരുണ എന്നെ അനുവദിക്കുന്നു എൻ്റെ സഹോദരനായ അങ്ങയുടെ പ്രാർത്ഥന ചോദിക്കുവാനായിട്ട്. പിന്നെ വിശുദ്ധനായ പീറ്റർ ഡാമിയൻ ചോദിച്ചു, എൻ്റെ സഹോദരി, നീ ഇത്രയും വർഷങ്ങളായിട്ട് സ്വർഗത്തിൽ പ്രവേശിച്ചില്ലേ? അവള് പറഞ്ഞു, ഇല്ല സഹോദര, ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴും ശുദ്ധീകരണ സ്ഥലത്താണ്. ഉടനെ വിശുദ്ധൻ ചോദിച്ചു, സഹോദരി,
സ്വർഗരാജ്യ പ്രവേശനത്തിന് എന്താണ് നിന്നിൽ തടസ്സമായി നിൽക്കുന്നത്? ഞാൻ ഈ അനുഭവം വായിച്ചിട്ട് അത്ഭുതപ്പെട്ടു പോയി സഹോദരങ്ങൾ. കെട്ടുകഥ പറയല്ല, കള്ളക്കഥ പറയാനല്ല ഈ വചനവേദിയിൽ നിൽക്കുന്നത്. ഈ വിശുദ്ധാത്മാക്കൾക്ക് നമ്മോട് കള്ളം പറയേണ്ട ആവശ്യമില്ല. അവർ അനുഭവിച്ചറിഞ്ഞ സത്യങ്ങളാണ് നമ്മളുമായി അവർ പങ്കുവെക്കുന്നത്. അവർ കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിച്ച ശുദ്ധാത്മാക്കളാണ്. എൻ്റെ സഹോദരങ്ങളെ, വിശുദ്ധനായ പീറ്റർ ഡാമിയും ചോദിച്ചപ്പോൾ ആ സഹോദരി പറഞ്ഞു, ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ വളരെ മോശമായൊരു സംഗീതം കേട്ടു. നമ്മളും യാത്ര ചെയ്യുമ്പോഴും മറ്റു പല ഇടങ്ങളിലും പല മോശമായിട്ടുള്ള വളരെ അരാജകത്വങ്ങൾ, മ്ലേച്ഛതകൾ നിറഞ്ഞ ചില വാക്കുകൾ, അങ്ങനെയുള്ള ഒരുപാട് മ്യൂസിക്, നമ്മൾ റോക്ക് മ്യൂസിക്, പോപ്പ് മ്യൂസിക്, ഇങ്ങനെയുള്ള റാപ്പ് മ്യൂസിക് എന്ന് വേണ്ട ഒത്തിരി സംഗീതങ്ങൾ നമ്മളിന്ന് കാണാൻ പറ്റും. ചിലത് ആഭാസ സംഗീതങ്ങൾ തന്നെയുണ്ട്. അതെന്തോ ആവട്ടെ, ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്, ഈ സഹോദരി പറഞ്ഞു, ഞാൻ ഈ മോശമായ ചില മ്ലേച്ഛമായ സംഗീതങ്ങൾ കേട്ടതല്ല കുഴപ്പം, ഞാൻ അതൊരു പാപമായി എനിക്ക് ലോകത്തിൽ ഞാൻ ജീവിച്ചപ്പോൾ അനുഭവപ്പെട്ടില്ല. ഞാൻ അതിനെയോർത്ത് അനുതപിച്ചില്ല. ഞാൻ ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞ കർത്താവിൽ നിന്ന് പാപക്ഷമ സ്വീകരിച്ചില്ല. എൻ്റെ സഹോദര, ഈ കാരണത്തിൻ്റെ പേരിൽ ഞാൻ വർഷങ്ങളായി ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുകയാണ്. ഞാൻ ഈ അനുഭവം വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തെ പരിശുദ്ധാത്മ പ്രകാശിതമാക്കിയത് ഞാൻ ഒരിക്കൽ കൂടെ അതിൽ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. വെളിപാട് പുസ്തകം 21:27 അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, മ്ലേച്ഛതയും കൗടില്യം പ്രവർത്തിക്കുന്ന ആരും അതിൽ കയറുകയില്ല. അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ശുദ്ധീകരണ സ്ഥലം. വിശുദ്ധനായ പീറ്റർ ഡാമിയുടെ സഹോദരി പറഞ്ഞു, മ്ലേച്ഛമായ മോശമായ സംഗീതം ഞാൻ കേട്ടു. അത് പാപമായി, അത് കർത്താവിന് വേദനയായി എനിക്ക് തോന്നിയില്ല. ഈ ലോകത്ത് ജീവിച്ചപ്പോൾ ഞാൻ അനുതപിച്ചില്ല. ഞാൻ ആ പാപം ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിച്ചില്ല. എൻ്റെ സഹോദരങ്ങളെ, അത്ര എളുപ്പമൊന്നല്ല സ്വർഗരാജ്യ പ്രവേശനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ നമ്മളെ ശുദ്ധീകരിക്കുവാൻ കർത്താവ് അനുവദിക്കുന്ന സഹനങ്ങൾ, കഷ്ടതകൾ, ക്ലേശങ്ങൾ, ദുഃഖങ്ങൾ, അവഗണനകൾ, തിരസ്കരണങ്ങൾ ആനന്ദത്തോടെ കൃപയോടെ സ്വീകരിച്ച് ഒന്ന് നമ്മുടെ ആത്മശുദ്ധീകരണത്തിനായി കാഴ്ചവെക്കുക. 2 ശുദ്ധീകരണാത്മാക്കളുടെ നിത്യ സൗഭാഗ്യ പ്രവേശനത്തിനായി, ശുദ്ധീകരണാത്മാക്കൾക്ക് നിത്യജീവൻ ലഭിക്കാനായി നമ്മൾ പ്രാർത്ഥിക്കണം, അവരെ സ്നേഹിക്കണം, അവരെ ഓർക്കണം.